പാവനാത്മാവേ അഗ്നിനാളമായി അഭിഷേകാഗ്നിയായി എഴുന്നള്ളുക. വരിക, വാഴുക. ആത്മാവിൻ മാധുര്യമേ, വെളിവിൻ കതിരേ, ആത്മാവിൻ തണുപ്പേ, വസിക്കാം. ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ, യേശയ്യ 22:22 ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ ഞാൻ അവൻ്റെ തോളിൽ വെച്ചുകൊടുക്കും. അവൻ തുറന്നാൽ ആരും പൂട്ടുകയോ അവൻ പൂട്ടിയാൽ ആരും തുറക്കുകയോ ചെയ്യില്ല. ദാവീദ് സാമുവേൽ പ്രവാചകനാൽ അഭിഷേകം ചെയ്യപ്പെട്ട ഇസ്രായേലിൻ്റെ രാജാവാണ്. പാപഗതികളിലൂടെ സഞ്ചരിച്ച് അനുതാപത്തിലൂടെ ദൈവത്തിൻ്റെ അഭിഷേകം തിരിച്ചുപിടിക്കുകയും അംഗീകരിക്കപ്പെട്ട വാഗ്ദാനത്തിൽ ദാവീദ് വംശത്തിൽ നിന്ന് രക്ഷകൻ എന്ന ആ വലിയ വാഗ്ദാനത്തിന് ഉടമസ്ഥത സൂക്ഷിക്കുകയും ചെയ്തവനാണ്. ഇടറിയെങ്കിലും നല്ലിടയൻ്റെ ഒരു രൂപം അവനിൽ വാർത്ത് മുദ്ര വച്ചിരുന്നു. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ പ്രമുഖനായ പത്രോസ് നീ സജീവനായ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പറഞ്ഞ ആ സമയത്ത് നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കുമെന്നുള്ള അധികാരത്തിൻ്റെ ആ ദണ്ട് കൈമാറിയതുപോലെ ഇസ്രായേലിൻ്റെ രാജാവായി വാഴിക്കപ്പെട്ടവൻ്റെ തോളിൽ ദാവീദ് വംശത്തിൻ്റെ ആ ഭവനത്തിൻ്റെ താക്കോൽ ഞാൻ വെച്ചു കൊടുക്കും. അവൻ പൂട്ടിയാൽ മറ്റൊരാൾക്ക് തുറക്കാൻ സാധിക്കാത്തതും അവൻ തുറന്നാൽ ആർക്കും പൂട്ടാനാവാത്തതുമായ ഒരു വാതിലിൻ്റെ കാര്യസ്ഥതയും ഉടമസ്ഥതയും നൽകപ്പെട്ടവൻ, അനുഗ്രഹീതൻ എന്നർത്ഥം. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷേ ബലഹീനമായ നിമിഷങ്ങളിൽ ജഡപ്രവണതകളാൽ ഒരുപക്ഷെ വീണാലും വീണെടുത്ത് എഴുന്നേറ്റ് കർത്താവിൻ്റെ അഭിഷേകത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വന്നാൽ അവിടുന്ന് രക്ഷാഭവനത്തിൻ്റെ താക്കോൽ നിന്നെ ഏൽപ്പിക്കും. അനേകർക്ക് രക്ഷയിലേക്ക് പ്രവേശിക്കാനുള്ള മാർഗവും വാതിലും അതിൻ്റെ താക്കോലും നീ തന്നെയായി തീരുമെന്ന് അറിയുക. അഭിഷേകം കൈക്കൊള്ളുക, ക്രിസ്തുവിനെ അനുഗമിക്കുക, അനേകർക്ക് അഭിഷേകമായി മാറുക. ഹല്ലേലൂയ, ആവേ മരിയ, ആമേൻ.